അങ്ങനെ നമ്മള് റൂമിലെത്തിട്ടാ എത്രമാത്രം ഡ്രസ്സുകൾ ഇട്ടാലെന്നറിയോ -20 ഒക്കെ പ്രതിരോധിക്കാൻ സാധിക്കുള്ളൂ. ഒരു രക്ഷയില്ല. നമുക്ക് ഇവരോട് ചോദിക്കാം. നമ്മളെ വന്ന സമയത്ത് നമുക്ക് ആ ബാക്കിലെ മലനിരകളൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം അതൊക്കെ നന്നായിട്ട് കാണാം. പക്ഷെ അങ്ങനെ ഓരോ 5-10 മിനിറ്റൊക്കെ മാറി മാറി വരെയാണ്. ഹായ്, യു ഫ്രം സ്വിറ്റ്സർലൻഡാ? ഇവിടുത്തെ തന്നെയാണ്. ഇവിടുത്തെ ചേച്ചിമാര് നേരം പൊക്കിന് വേണ്ടതാണ് ഇവിടെ. അടുത്ത് വളരെ സങ്കീർണമായിട്ടുള്ള മറ്റൊരു കേബിൾ കാറാണ്. ഈ മലനിരകളുടെ റൂട്ട് മാപ്പൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വെച്ചതിന് മാത്രമാണ് കയ്യില് 10 യൂറോന്റെ കുടയും പിടിച്ച് കിടക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും സ്കീയിങ് കിറ്റൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പിലാണ് കേട്ടോ. അങ്ങോട്ട് പോകണേ ഇവന്മാരിങ്ങനെ മോളിന്ന് എങ്ങനെ വരാനാണത്? കുറച്ച് നേരത്തെ ഒന്ന് തെളിഞ്ഞതായിരുന്നു. പക്ഷെ അതിപ്പോ വീണ്ടും പോയി. 2450 വീണ്ടും 1000 അടി കൂടി മുകളിലേക്ക് പോകുമ്പോൾ 360 ഡിഗ്രിയിൽ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്ന പ്രത്യേകതരം റോപ്വേയിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. റോപ്വേയല്ല, കേബിൾ കാർ. ഇത് നമുക്ക് ഇരിക്കണം എന്ന് വെച്ചാൽ നിലത്തിരിക്കണം. യെസ്, താഴെ ഐസാണ് കേട്ടോ. കാണുന്നവരല്ല, ഫുൾ ഐസുമായാണ്. യെസ്, വ്യത്യസ്ത രാജ്യക്കാരൊക്കെ ഫുൾ സെറ്റപ്പിലാണ് കേട്ടോ. ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട്. യെസ്, നമ്മുടെ നാട്ടിലേക്കും ഇങ്ങനത്തെ സെറ്റപ്പ് ഇല്ലെങ്കിൽ പോലും നമ്മൾ മണാലിയിലും അതുപോലെ മറ്റൊക്കെ കുറെ കൂടി സൗകര്യങ്ങൾ വേണ്ടതാണ്. ഈ നൂഡിൽസ് ഇതൊന്നും മതിയായി. ഞാനീ വളവളാന്ന് പറയുന്നത് ഒരു അസൗകര്യം ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ. ആണെങ്കിൽ തന്നെ അവരുടെ സന്തോഷം സ്കീയിങ് ആണ്, എന്റെ സന്തോഷം ഡയലോഗ് അടിയാണ്. ഇത് ഞാൻ കയറിയപ്പോൾ എസ്കലേറ്റർ നിന്ന പോലെ ഇതിപ്പോ ഞാൻ ഓൺലൈൻ്റെ വല്ല പോകാണ്ടിരിക്കുന്നതാണ് എന്നിട്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്പറേറ്ററൊക്കെ കയറി ഡോറടഞ്ഞ് അപ്പോൾ നമ്മളുടെ കേബിൾ കാർ ഇതേ മുകളിലേക്ക് കയറി പോവുകയാണ്. 360 ഡിഗ്രിയിലുള്ള കേബിൾ കാർ. മോളില് നല്ല നല്ല വെതർ കേട്ടോ മോളില്. യെസ്, അടിപൊളി അടിപൊളി അടിപൊളി. യെസ്, ഒന്നും പറയാനില്ല. 10,000 അടി മോളില് നമ്മളിപ്പോ 10,000 അടി മോളില്. 10,000 അടി മോളിലിട്ട് അവിടെ എഴുതി വെച്ചേക്കണോക്കി 10,000 അടി 3020 മീറ്റർ ഹൈറ്റ്.
Yes. നിലത്തൊക്കെ ഐസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് തണുത്തുറച്ച് കിടക്കുന്നതിന്റെ പേര് തന്നെ റിസ്ക് ആണ് ആ വഴിക്ക് പോകുന്നത്. മഴ തുറന്ന് വലിയ അപ്പൊ അതായത് ഫുൾ ഐസാണ്. കറക്റ്റ് ആ ഷൂയിലാണെങ്കിൽ തെന്നി വീണ് അപ്പുറത്തുള്ള ആക്ച്വൽ ഗുഹയകത്തേക്ക് നമ്മൾ കയറുന്നില്ല. കാരണം ഭയങ്കര സ്റ്റിപ്പറിയാണ്, അപകടമുണ്ടാവാൻ സാധ്യത ഉള്ളതിന് റിസ്ക് എടുക്കുന്നില്ല. നമുക്ക് ഇനിയും യാത്രകളുള്ളതാണ്, ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് എത്തിക്കേണ്ടതാണ്. ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്, ഫോട്ടോ സ്റ്റുഡിയോ, ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. 4ാം നിലയിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫോട്ടോസും സംഭവങ്ങളൊക്കെ എടുക്കാം. ഇത്തരത്തിലുള്ള ഫോട്ടോസൊക്കെ എടുത്ത് ഫ്രെയിമൊക്കെ അവർ ചെയ്ത് തരും. വീണ്ടും നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യാൻ ഷാറുഖ് ഖാനും കാജലൊക്കെ നിൽക്കുന്നുണ്ട്. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗയുടെ ഒരു കട്ടൗട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അടിപൊളി. യെസ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നമ്മൾ 10,000 അടി സീ ലെവലിൽ നിന്ന് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്ഥലത്തിന്റെ പേര് ടിറ്റ്ലീസ്. ഇവരെ സന്ദർശിക്കുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലം. 10,000 അടി മുകളിൽ നിന്നുള്ള കാഴ്ച. വലിയ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മണ്ണ് വന്നാലാണെങ്കിൽ ഇവിടെ ഐസ് മാറ്റാൻ വേണ്ടി തന്നെ വണ്ടികൾ ഒരുപാടുണ്ട്. എത്ര അടി ഉയരത്തിലാണ് ഐസ് വീട് കിടക്കുന്നത് നോക്കിയേ. ഇത്ര അടി എത്തുമ്പോൾ തന്നെ ഓക്സിജൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്സിജൻ്റെ കുറവ് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് കിതപ്പ്, കുറച്ച് നടക്കുമ്പോഴേക്ക് നമുക്ക് കിതപ്പ് തോന്നും. അപ്പോൾ അതാണ് 3020 മീറ്റർ ഹൈറ്റിൽ 10,000 അടി ഉയരത്തിൽ കേട്ടോ. ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം സഫലമായിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ് പക്ഷികൾ പറക്കുന്നുണ്ടെന്ന്, കാക്കകളാണെന്ന് പറഞ്ഞത്. കാക്കകളല്ല, പ്രാവുകളാണ് കേട്ടോ. സോറി. തൂവലൊക്കെ നല്ല കട്ടിയുള്ള തൂവല്, തിക്നെസ് കൂടിയ തൂവലൊക്കെ ഉള്ള പ്രാവുകൾ. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിന്റെ പ്രശ്നം വെച്ചാൽ ഇപ്പൊ ഒന്നും കാണില്ല. ഇവിടുന്ന് കാണുന്ന കാഴ്ചകളുടെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ മലഞ്ചെരുവുകൾ, അതായത് ഓരോ കുന്നുകളുടെയും ഹൈറ്റ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ ആ ഷിപ്പിൽ പോയ സമയത്ത്, നമ്മൾ പെനാങ്ങിൽ നമ്മൾ ചെന്ന സമയത്ത് ഒരു മലയുടെ മുകളിൽ കയറിയിരുന്നു. അവിടെ നിന്ന് ഇത്തരത്തിൽ നമ്മൾ സിറ്റി വ്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ മൗണ്ട് ടിറ്റ്ലീസിൽ നിൽക്കുമ്പോൾ കാണുന്ന കുന്നുകളുടെ ഹൈറ്റ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ പറഞ്ഞത് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ്, പക്ഷെ ഇപ്പൊ നമ്മളൊന്നും കാണൂല. ദൂരെ സൂര്യൻ ചേട്ടനെ മാത്രം കാണും. കണ്ട ഒരു പൊട്ടുപോലെ കാണുന്നുണ്ടല്ലേ, അതാണ് നമ്മുടെ സൂര്യൻ ചേട്ടൻ. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ പേടിയാവുന്നില്ല. എനിക്ക് പേടിയാവുന്നുണ്ട്. അല്ല, ഈ 10,000 അടി പൊക്കത്തിൽ ഷാറുഖ് ഖാൻ എന്താ കാര്യം? ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? സ്വിറ്റ്സർലൻഡിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മേ ബി ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അതായിരിക്കും. നമുക്ക് ഇവരോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സ്വിറ്റ്സർലൻഡ് അനുഭവങ്ങള്? അത് ഇവര് പറയൂല, നമ്മൾ വീഡിയോ കാണണം. ഏത് നമ്മൾ മലയാളികൾക്കും അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കൊക്കെ സ്വിറ്റ്സർലൻഡിന്റെ ഭംഗി കൃത്യമായിട്ട് പകർന്നതാണ് യാഷ് ചോപ്ര എന്ന്. ആ പാട്ടിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പടം ഒരു 1.5, ഞാനൊരു 6-7 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇത് ഇപ്പൊ നമ്മളിത് മഞ്ഞ് മൂടി കിടക്കുന്നതല്ല കാണുന്നത് മൊത്തത്തില്. ഇനി നമ്മൾ മഞ്ഞ് കുറഞ്ഞ സമയത്ത് വരികയാണെങ്കിൽ ഇത്തരത്തിൽ കാഴ്ചകൾ കാണാം കേട്ടോ. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനൊരു കാഴ്ച കാണാം. അത് കാണാനായിട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ. അങ്ങനെ മൗണ്ട് ടിറ്റ്ലസിനോട് വിട പറഞ്ഞുകൊണ്ട് നമുക്ക് ഇറങ്ങാം. ഒരു രക്ഷയില്ലാട്ടാ, ഒരു 1.5 അനുഭവങ്ങളാണ് കേട്ടോ. വീണ്ടും പറയുന്നു, സാധിക്കുന്നവർ ഒരിക്കലെങ്കിലും കാണുക. ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. എന്തൊക്കെ കാഴ്ചകളല്ലേ. വാച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. സ്വിസ് മെയ്ഡ് വാച്ചുകളുടെ നീണ്ട കളക്ഷൻസ് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, വീഡിയോ എടുക്കാൻ പാടില്ല. ഷാറുഖ് ഖാനും സ്വിറ്റ്സർലൻഡായിട്ടുള്ള ബന്ധം ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടാ. നമ്മള് ദിൽവാലെ കണ്ടവർക്ക് അറിയാട്ടാ. ഈ മണി അവനാണ് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കണത്. കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. മണിയുടെ ചെറുതും വലുതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്.
ഈഫൽ ടവറിന്റെ അവിടെ നമ്മൾ ഇത്രയും വലിയ ഇത് കണ്ടത്. യാത്രക്കാരും നിറഞ്ഞ ആത്മസംതൃപ്തിയിലാണ് കയറി നമുക്ക് നമ്മുടെ സിറ്റിയിലേക്ക് ചെല്ലണം. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, പ്രത്യേക രീതിയിൽ തന്നെയാണത് കൊണ്ടുപോകുന്നത്. കംപ്ലീറ്റ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ റെസ്റ്റോറൻ്റ് ആണ് കാണുന്നത്. ലൈറ്റൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ കേബിൾ കാർ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യുന്നു. ഇതൊരു മനോഹരമായ കാഴ്ചയാണ് അല്ല. അപ്പൊ നമ്മളിത് താഴേക്ക് എത്തി. നമ്മൾ ഡോർ നോക്കിയാ താങ്ക് യു. യെസ്, അങ്ങനെ മൗണ്ട് ടിറ്റ്ലസ് അച്ചായനോടൊപ്പം മാക്സിമം എൻജോയ് ചെയ്തത്. അച്ചായ വീണ്ടും താങ്ക്സ് പറയണം. നിങ്ങളെ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഒരുപാട് കാരണം സൗണ്ടൊക്കെ പോയി ഇങ്ങനെ സാഹചര്യത്തിലും വന്ന് മാക്സിമം ഹൈറ്റിലേക്ക് നമ്മൾ പോയി. മാക്സിമം ഇനി ഒന്നും എക്സ്പ്ലോർ ചെയ്യാനില്ല. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഇനിയും യൂറോപ്പിന്റെ നെറുകയിലേക്ക് പോകുന്നത് അതെന്താണെന്നുള്ളത് വഴിയെ കാണിക്കാം. ഇന്ത്യൻ ഫ്ലാഗ് പതിപ്പിച്ച കേബിൾ കാർ കടന്നു പോകുന്നു. യെസ് യെസ്, നമ്മളെ മക്കളെ മഴ നനയില്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. ഇവിടെ കാർന്നന്മാര് പിള്ളേരെ കൊണ്ടാണ് കയറുന്നത്. നമ്മൾ നേരത്തെ പോയത് ലാസ്റ്റ് സ്റ്റോപ്പിൽ പോകുന്നതാണ് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഈ കേബിൾ കാർ. അതിനകത്താണ് പിന്നെ ഏറ്റവും ഹൈറ്റിൽ നമുക്ക് നിന്ന് പോവാം. പക്ഷെ മൗണ്ട് പീലാത്തോസിൽ ഇരുന്ന് പോകുന്നേ ഉള്ളൂ. മൗണ്ട് പീലാത്തോസ് എന്ന് പറയുന്നത് സമ്മറി വരുന്നേ പറ്റില്ല. കാരണം എന്താ പറയുക, അത് മെള്ളോട്ടി വന്ന് കഴിയുമ്പോൾ വ്യൂ ഓഫ് ഓൾ ലുസേൺ കാണാം. കംപ്ലീറ്റ് ടൗൺ. ഇത് മൗണ്ടന്റെ മെള്ളോട്ടാണ്, മറ്റേ ടൗണിന്റെ മെള്ളോട്ടാണ്. വിസിബിലിറ്റി നന്നേ കുറവാണ്. എന്നിരുന്നാലും കുറച്ചൊക്കെ നമുക്ക് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ആ പാറകൾക്കകത്ത് ഇത് തുറന്നേ കയറ്റിയിരിക്കുന്നത് ഹെവിയാണ് കൺസ്ട്രക്ഷൻ, സമ്മതിക്കണം. പ്രത്യേകിച്ച് ഇത്തരത്തില് ഏറ്റവും ടഫായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത്തരം ഇതൊക്കെ സാധ്യമാക്കാന്ന് പറഞ്ഞാല് ഭയങ്കര സംഭവം തന്നെയാണ്. അടിപൊളി. താഴേക്ക് വരുമ്പോൾ ഒരു ബേസ് ക്യാമ്പില് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് ഇന്നിപ്പോ പകല് മൊത്തം സ്കീങ്ങിനൊക്കെ പോയി വന്നവര് സെലിബ്രേറ്റ് ചെയ്യുന്ന കാഴ്ച കേട്ടോ. അതെ, പാട്ടും ഡാൻസും ബഹളങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്ന കാഴ്ച. പുറത്തിറങ്ങിയപ്പോൾ നല്ല സ്നോ ഉണ്ട് കേട്ടോ. പുറത്തെ ആൾക്കാർക്ക് സെലിബ്രേറ്റ് ചെയ്യണം. ഇന്നത്തെ സ്കീയിങ് ഒക്കെ കഴിഞ്ഞ് വന്നവര് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്ന കാഴ്ചകൾ. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പോകാനുള്ള വണ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മുടെ സ്റ്റേഷനിലെത്തി. ഈ 7-Eleven ഷോപ്പിൽ കഴിഞ്ഞാൽ ഒരു 50ഓളം വെറൈറ്റി ഭക്ഷണങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് കിട്ടും. പക്ഷെ ഞാൻ സ്വിറ്റ്സർലൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച് കളഞ്ഞിട്ടാണ്. ഒരു ഷോപ്പിൻ്റെ അകത്തെ കാഴ്ചകളാണ് ഈ കാണുന്നുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി മാത്രമുണ്ട്. 7-Eleven വേറെ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാലും ഞെട്ടിപ്പിച്ചാളെ. ഞാനൊരു ഇതേപോലെ കാണിച്ചു തരാം കേട്ടോ. ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ തന്നെ ബോട്ടിലുകൾ വെച്ചാണ്ടില്ലേ, ഓറഞ്ച് ജ്യൂസ് വേണമെങ്കിൽ അവിടെ കോയിനിട്ട് കഴിഞ്ഞാൽ ഓറഞ്ച് ജ്യൂസ് അടിച്ച് വരും. പലഹാരങ്ങൾ ഇവിടെ തുടങ്ങിയാണ് കേട്ടോ. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ നാട്ടിലെ പൊരി മിക്സറൊക്കെ മിക്സ് ചെയ്തിട്ട് വെച്ചേക്കണ പോലെ തോന്നും. പരിപ്പ് കൊണ്ടുള്ളതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ യൂറോപ്പൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇഡ്ഡലിയും സാമ്പാറും ചോറും ഇതൊക്കെ പറഞ്ഞാൽ പൊറോട്ട ഇറച്ചിന്നൊന്നും പറഞ്ഞ് നടക്കില്ല. പക്ഷേ ഇവിടുത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ആസ്വദിച്ച് കഴിക്കാവുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് കണ്ടില്ലേ, ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ വലിയൊരു ഇതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സാലഡ്സ് ഒക്കെ ആണെങ്കിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ഫുഡിൻ്റെ കളക്ഷൻ ഇതുവരെ 7-Eleven ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്വിറ്റ്സർലൻഡിലെ ഈ ഷോപ്പ് തന്നെ
കുറച്ചൊന്നല്ല ഞെട്ടിപ്പിച്ചേക്കുന്നുണ്ട്. കണ്ട് ഇഷ്ടംപോലെ നല്ല ഫ്രഷ് ബെറീസ്, അത് സ്ട്രോബെറി ആയിക്കോട്ടെ റാസ്ബെറി ആയിക്കോട്ടെ എന്ത് ബെറീസ് ആണെങ്കിലും അതൊക്കെ അടിപൊളിയായിട്ട് കിട്ടും. ഇത് ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ആ ഭക്ഷണം നമ്മുടെ നാട്ടിലെ ഭക്ഷണം തന്നെ ആരും പ്രതീക്ഷിക്കരുത്. വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. മേ ബി ഒരു 1000-ലധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റില്ല. നമ്മുടെ നാട്ടിലെ കറി പോലെ തന്നെ കറി വേണമെങ്കിൽ കറി ഐറ്റംസ് ആണ് നീ കാണുന്നത് കേട്ടോ. ചൂടുവെള്ളത്തിലെ പാക്കറ്റ് ഇട്ടൊന്ന് ചൂടാക്കി തന്നെ സംഭവം റെഡി. ജസ്റ്റ് ഒന്ന് വെച്ചാൽ ചൂടാക്കി കഴിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. പാലും മോരും ഒരുപാട് സംഭവങ്ങൾ, അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള പീസുകൾ, സംഭവങ്ങൾ, സാൻഡ്വിച്ചസ് ഒക്കെ. ഭക്ഷണ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട കാര്യം. നമ്മള് മലയാളിക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും പുതിയൊരു രാജ്യത്ത് പുതിയ കാഴ്ചകൾ തേടി വരുമ്പോൾ പുതിയ ഭക്ഷണം കൂടി ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. ഇത് 1000-ലധികം വെറൈറ്റി ഐറ്റംസ് ഫുഡിനോട് കിട്ടും. ഫുഡിന് വേണ്ടിയിട്ട് എല്ലാവരും പറയും യൂറോപ്പിലൊന്നും ഭക്ഷണം കിട്ടില്ല. അത് അറിയാനില്ലാത്ത ഏതോരത്തിന് എവിടെയോ പോയി പെട്ടിട്ട് പറഞ്ഞൊരു കാര്യമില്ല. യെസ്, ഈ വീഡിയോ സീരീസ് കണ്ടുകൊണ്ടിരിക്കുക. അത് കഴിയുമ്പോൾ യൂറോപ്പിൽ നിങ്ങൾ എത്തിയാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റംസ്, കാരണം കുറേ ഐറ്റംസ് കച്ചാൻ റെക്കമെൻഡ് ചെയ്ത് ഞങ്ങൾ ഒന്നിച്ച് കഴിച്ചിരുന്നു. അതൊക്കെ നമ്മൾ വീണ്ടും വീഡിയോക്ക് അത് മാത്രം കട്ട് ചെയ്ത് വരുന്നതായിരിക്കും. ഇതിപ്പോൾ എന്താ ഐറ്റം കഴിക്കണേ? കറിയുടെ ടേസ്റ്റുള്ള യെസ്, ഇതാ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഓർഡർ റെഡിയാണ്. യെസ്, അങ്ങനെ ടിക്കറ്റ്സിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രെയിൻ നമ്മുടെ സ്ഥലത്തേക്ക് വീണ്ടും പോവുകയാണ്. ട്രെയിനിലോട്ട് കയറിയപ്പോൾ നിറയെ പട്ടാളക്കാരുണ്ട്. ഒരു കമ്പാർട്ട്മെന്റ് മൊത്തം പട്ടാളക്കാർ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പട്ടാളക്കാരോടൊപ്പം യാത്ര. കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ദിവസം കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അങ്ങനെ നമ്മള് റൂമിലെത്തിയിട്ട ഒരു ദിവസത്തെ ടിറ്റ്ലെസ് ടൂർ കംപ്ലീറ്റ് ചെയ്ത് എത്തിരിക്കുകയാണ്. എത്രമാത്രം ഡ്രസ്സുകൾ ഇട്ടാലെന്നറിയോ? ഇവിടെ തണുപ്പിനെ പ്രതിരോധിക്കാൻ സാധിക്കുള്ളൂ. ഇതഴിക്കുമ്പോ ആദ്യത്തെ കോട്ട്, അടുത്തത് വേറെ സെറ്റർ, ഇനി ഇതഴിച്ചു കഴിഞ്ഞാല് അകത്ത് അടുത്തത്, ഇങ്ങനെ വരിയായിട്ടിട്ടാണ്. ചെറിയൊരു ഇതെല്ലാം ചൂടെടുക്കണ ഞാനാണ് കേട്ടാ. ഇവിടെ എത്ര ഇട്ടിട്ടും മതിയാവണില്ല. നമ്മള് ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോ -20 ഒക്കെ പ്രതിരോധിക്കാന്നൊക്കെ പറഞ്ഞ ഒരു ജാക്കറ്റൊക്കെ തരും. പക്ഷെ അതിന്റെ അകത്ത് പ്രോപ്പറായിട്ട് ഇന്നറൊന്നും യൂസ് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ ഒരു രക്ഷയില്ല. സ്വിറ്റ്സർലൻഡ് നമ്മളിങ്ങനെ അമ്പരപ്പിച്ചോണ്ടിരിക്കുന്ന ഒരുപാട് സ്വിറ്റ്സർലൻഡ് വിശേഷങ്ങൾ, കഥകളൊക്കെ പറയാനുണ്ട്. അപ്പൊ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കണ്ടല്ലോ, ഇത്രയും പ്രതികൂല കാലാവസ്ഥയിലൊക്കെ നമ്മൾ നിന്ന് തയ്യാറാക്കുന്നതാണ്. ഒരുപാട് എഫോർട്ടുകൾ എടുക്കുന്നുണ്ട്. പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിയാം. അപ്പൊ നല്ല അടിപൊളി ഇടവിട്ട് കാഴ്ചകളോട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേയ്സായിട്ട് ബന്ധപ്പെടുക. നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റഡി അബ്രോഡ്, വിദേശത്ത് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക. രണ്ടും സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അടിപൊളി ഇടവിട്ട് കാഴ്ചകളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതിലെല്ലാവർക്കും സ്വിറ്റ്സർലൻഡിൽ നിന്നും ബൈ.